മൊഡ്യൂൾ 1ന്റെ എല്ലാ നോട്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബേസിക് എന്താണ്, ഹാർഡ്വെയർ എന്താണ്, അൽഗോരിതം എന്താണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ മൊഡ്യൂൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് കമ്പ്യൂട്ടർ എന്താണ്, ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റണത്, തൊടാൻ പറ്റണത്, കാണാൻ പറ്റണ ഫിസിക്കൽ ആയിട്ടുള്ള പാർട്സ് ആണ് നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കീബോർഡ് മൗസ് ഒക്കെയാണ് നമ്മുടെ ഹാർഡ്വെയർ. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമുകളാണ്. നമുക്ക് കാണാൻ പറ്റാത്ത പ്രോഗ്രാം, അതായത് കമ്പ്യൂട്ടറിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഒരു ബേസിക് കമ്പ്യൂട്ടറിന്റെ എന്തെങ്കിലും ആർക്കിടെക്ചറോ അല്ലെങ്കിൽ കമ്പോണൻസോ അങ്ങനെ എന്ത് ചോദിച്ചാലും ഈ ഒരു ഡയഗ്രാം വരച്ചു വെക്കുക. അപ്പോൾ ഇതിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും. നമ്മുടെ കീബോർഡ് മൗസ് ഒക്കെയാണ് എന്ത് ഇൻപുട്ടായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നമുക്ക് മോണിറ്റർ, പ്രിന്റർ, അതൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, CPU എന്ന് പറയുന്നത്. CPU-നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ CPU ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന വേറൊരു സാധനമാണ് നമ്മുടെ മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് 4 കമ്പോണന്റ് ഉള്ളതെന്ന് ഓൾറെഡി പറഞ്ഞു. ഈ ALU, CU ഒക്കെ എന്താണെന്നാണ്. അപ്പോൾ ALU എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനെ അരിത്തമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലോജിക്കലായിട്ട് ആൻഡ്, ഓർ, നോട്ട്, ഇങ്ങനത്തെ ഒക്കെ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU ഉള്ളത്. കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഔട്ട്പുട്ടിലേക്ക് പോണ കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ CPU-ൽ എന്തൊക്കെയുള്ളത്, അരിത്തമെറ്റിക് യൂണിറ്റും ഉണ്ട്, കൺട്രോൾ യൂണിറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ CPU-ലുള്ളതാണ് കുറച്ച് രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സിലാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹൈ സ്പീഡിൽ ആവശ്യമുള്ള സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രജിസ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ രജിസ്റ്റേഴ്സ് പലതരത്തിലുണ്ട്. കുറച്ച്, അതായത് മെയിൻ ആയിട്ട് ഒരു 5 രജിസ്റ്റേഴ്സിന്റെ പേരാണ് പഠിക്കേണ്ടത്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, അക്യുമുലേറ്റർ, പ്രോഗ്രാം കൗണ്ടർ, കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്നുള്ളത്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നതാണ്, അതായത് ഏത് മെമ്മറി ലൊക്കേഷനത്തെ ഡാറ്റയാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, പോയിന്റർ ഒക്കെ വെച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ഡാറ്റ ഓരോ മെമ്മറിയിൽ ഓരോ സ്ഥലത്താണ് സ്റ്റോർ ചെയ്യണത്, അതിനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന ഡാറ്റയുടെ മെമ്മറി എവിടെയാണ്, ഏത് അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റയാണ് എന്നുള്ളതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലുള്ളത്. പിന്നെയുള്ളതാണ് മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ. അപ്പോൾ നമ്മുടെ ഈ മെമ്മറിയിൽ നിന്ന് ഏത് ഡാറ്റയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതാണ് മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ ഉണ്ടാവുക. അക്യുമുലേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളിപ്പോൾ എന്തെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനോ ഒക്കെ ചെയ്തിട്ടുള്ള അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അക്യുമുലേറ്റർ. ഇനി അടുത്ത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ അഡ്രസ് ഇരിക്കുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണത് എവിടെയാണ് എന്നുള്ളതിന്റെയാണ് കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലൊക്കെ ഉള്ളത്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് CPU. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് മെയിൻ ആയിട്ട് 4 പാർട്ടാണുള്ളത്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU, മെമ്മറി. CPU-ന് നമുക്ക് മെയിൻ ആയിട്ട് 3 പാർട്ടാണുള്ളത്, അരിത്തമെറ്റിക്, ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. അരിത്തമെറ്റിക്കും ലോജിക്കൽ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസ്, സം ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, അതേപോലെ അങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ. അതേപോലെ ലോജിക്കൽ ഓപ്പറേഷൻസ്, ആൻഡ് ആണോ, നോട്ട് ആണോ, ഓർ ആണോ, അങ്ങനെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ, അതിനൊക്കെ ഉള്ളതാണ് ALU എന്ന് പറയുന്നത്. ഇനി മെമ്മറിയിൽ നിന്ന് നമ്മുടെ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കും പോണ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്, കൺട്രോൾ, അവരെ ഏതൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണമെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് ഉള്ളത്. രജിസ്റ്റേഴ്സ് ആണ്, കുറെ തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത്, മെമ്മറി എന്ന് പറയുന്നത്. ഈ മെമ്മറിനെ നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ശരിക്കും 2 ആയിട്ടാണ്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും ആണുള്ളത്. പിന്നെ നമുക്ക് ക്യാഷ് മെമ്മറി ഉണ്ട്. ഈ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ എന്ത്, റാം എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറിയിലാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കിട്ടുന്നത്. പ്രൈമറി മെമ്മറിയാണ് നമ്മുടെ റാമും റോമും.
റാം എന്ന് പറയുന്നതാണ് എന്ത് റാൻഡം ആക്സസ് മെമ്മറി. നമുക്ക് പ്രൈമറി അതായത് ഏറ്റവും കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് റാം. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അതായത് കമ്പ്യൂട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വരണം, എന്തൊക്കെ തുറന്നു വരണം എന്നൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് റോമിലുള്ളത്. റാമിലാണ് നമ്മുടെ എന്തുള്ളത് പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ റാം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് ഒക്കെ മാഞ്ഞ് പോവും. റോം എന്ന് പറയുന്നത് പക്ഷെ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് അതേപോലെ തന്നെ ഇരിക്കും, മാഞ്ഞ് പോവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നതാണ് നമ്മുടെ പുറത്ത് ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ നമ്മുടെ SSDയിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഫോട്ടോസ് സ്റ്റോർ ചെയ്യുക, ഫയൽ സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോമ്പാക്ട് ഡിസ്ക്, പിന്നെ SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക് എന്നൊക്കെ ഉള്ളത് എന്താണ് സെക്കൻഡറി മെമ്മറിയുടെ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തത് വരുന്നതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമുക്ക് ഇൻപുട്ട് ആയിട്ട് പറയുന്നതാണ് എന്തൊക്കെ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, സ്കാനർ ഒക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ പണ്ട് മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ. ഇനി മെമ്മറിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ റാമിൻ്റെ റോമിൻ്റെ കമ്പാരിസൺ ഒക്കെ നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറയണു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സർ, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും രണ്ട് ടൈപ്പ് ഉണ്ട്. ജനറൽ പർപ്പസിനുള്ളത് അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസിനുള്ളത്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ചെയ്യണത്. അപ്പോൾ അത് ഇതൊക്കെ ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ വിൻഡോസ്, ലിനക്സ്, മാക്, ആൻഡ്രോയിഡ്, ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ആയിട്ടുള്ള റിസോഴ്സസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ്. രണ്ടാമത്തേന്ന് പറയുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സർ. അപ്പോൾ അതായത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉണ്ട് എന്നറിയാം. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതാണ് നമുക്ക് സിമ്പിൾ ഇംഗ്ലീഷ് ആയിട്ടുള്ളത്. ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എന്ത് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് അസംബിളേഴ്സ്, കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സും ആണ്. ഇതെന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് വെക്കണം കേട്ടോ. അടുത്തത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഡിസ്ക് ക്ലീനപ്പ് സോഫ്റ്റ്വെയർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ വേർഡ്, എക്സൽ, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറൽ പർപ്പസ്, അതായത് വേർഡും സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ, ഇതൊക്കെ ജനറൽ പർപ്പസ് ആണ്. അതേപോലെ റിസർവേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തൊക്കെയാണ് നമ്മൾ എന്ത് പറയണത് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിന് മെയിൻ ആയിട്ട് 3 ലാംഗ്വേജ് ആണുള്ളത്. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രം കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്, മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ ബൈനറി ലാംഗ്വേജ്, 0ഉം 1ഉം മാത്രം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ CA, പൈത്തൺ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഹ്യൂമൻസിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു ഇടയിൽ നിൽക്കുന്നത്, കുറച്ച് രജിസ്റ്റേഴ്സിനെ മൂവ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഹാർഡ്വെയർ ആയിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസ് ആണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച പൈത്തൺ, C, ഇതൊക്കെ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ് മെഷീൻ ലെവലിന്റെയും ഹൈ ലെവലിന്റെയും ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മൂവ് AX, 5, AX എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിന്റെ ഉള്ളിലേക്ക് 5 മൂവ് ചെയ്യും. ആഡ് AX, 3 ആ രജിസ്റ്ററിന്റെ ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മാത്രം മനസ്സിലാവുന്നത്, അത് 0ഉം 1ഉം മാത്രം വെച്ചിട്ടാണ്, ബൈനറി ലാംഗ്വേജ് ആണ്. അടുത്തത് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ
നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണ് എന്ത്? ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലാംഗ്വേജ് കൺവേർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ സോഴ്സ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ ട്രാൻസ്ലേറ്റേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്നെണ്ണമാണ് ഉള്ളത്: അസംബ്ലേഴ്സ്, കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ്. 3 ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ ലോ ലെവൽ ലാംഗ്വേജിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ 3 ഉപയോഗിക്കുന്നത്: അസംബ്ലേഴ്സ്, കമ്പൈലേഴ്സ്, ഇന്റർപ്രിറ്റേഴ്സ്. ഇനി അസംബ്ലേഴ്സ് കമ്പൈലർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് സി ഒക്കെ എന്ത് ചെയ്യണം? GCC എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യും. അങ്ങനെ കമ്പൈൽ നമ്മൾ എന്തിനാ ചെയ്യണം? സി പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ എന്തിനാ കമ്പൈൽ ചെയ്യണേ? അതിൽ എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കോഡ് നമുക്ക് കിട്ടും. ആ കോഡിനെ വീണ്ടും റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്? ഔട്ട്പുട്ട് കിട്ടണത്. അപ്പൊ സി ഒക്കെയാണ് നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യണത്. കമ്പൈലർ യൂസ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ സോഴ്സ് കോഡിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് കോഡാണ് കിട്ടണത്. മനസ്സിലായോ? അപ്പോൾ കമ്പൈലർ ജിസിന്റെ കമ്പൈലർ ആണ് GCC, G++ ആണ് C++ന്റെ കമ്പൈലർ, ജാവ സി ആണ് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജിന്റെ കമ്പൈലർ. ഇനി അപ്പൊ കമ്പൈലർ പറയുമ്പോൾ മൊത്തത്തിലുള്ള കോഡിലെ എല്ലാ എററും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കാണിച്ചു തരും. ഒരു മൊത്തം ആ കോഡിനെ മൊത്തത്തിലാണ് കമ്പൈൽ ചെയ്യണത്, അല്ലാണ്ട് ഓരോ ലൈൻ ബൈ ലൈൻ അല്ല കമ്പൈൽ ചെയ്യണത്. ഇന്റർപ്രിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ കറസ്പോണ്ടിങ് ലോ ലെവൽ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ മാനറിലേക്ക് കൺവേർട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഇന്റർപ്രിറ്റർ. കമ്പൈലർ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് റൺ ചെയ്തിട്ട് അതിന്റെ എററൊക്കെയാണ് കണ്ടുപിടിച്ച് തരണത്. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ചെറിയൊരു കോഡാക്കി വെക്കും. ആ കോഡിന് വീണ്ടും റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത് നേരിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എന്താ പ്രശ്നം വെച്ചാൽ, ഒരു ലൈനിൽ എവിടെയെങ്കിലും എറർ വന്നാൽ ബാക്കിയുള്ള ലൈനൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, അവിടെ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഒരു എറർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിർത്തി ബാക്കി അതിന്റെ എറർ മെസ്സേജ് ആണ് കാണിക്കുക. ബാക്കി അതിന്റെ അടിയിലുള്ള പ്രോഗ്രാം എന്താണെന്ന് ചെക്ക് ചെയ്യില്ല. പക്ഷെ കമ്പൈലർ മൊത്തത്തിലെല്ലാം നോക്കിയിട്ട് അതിന്റെ എല്ലാത്തിന്റെ എറർ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഇന്റർപ്രിറ്റർ ഡയറക്ട്ലി എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ പിന്നെ കൺവേർട്ട് ഇൻ ടു ദ മെഷീൻ കോഡ്, എന്നിട്ട് നേരിട്ട് അതിനെ മെഷീൻ കോഡിലേക്ക് ആക്കും. അപ്പോൾ ഇന്റർപ്രിറ്റർ ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? പൈതണിൽ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കമ്പൈലർ ചെയ്തിട്ട് എറർ കണ്ടുപിടിക്കുന്നില്ല. പൈതണിൽ എന്ത് ചെയ്യാണ്? ആ ഇന്റർപ്രിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പൈതൺ ഫയൽ ഡോട്ട് സി PY നമ്മൾ നേരിട്ടിട്ടാണ് അത് എന്ത് ചെയ്യണത്? ഇന്റർപ്രിറ്റ് ചെയ്യണത്. നേരിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു കോഡ് ആക്കണില്ല. കമ്പൈലർ ആകുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സാധനം വയ്ക്കും, അതിന് റൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ പൈതൺ ആണ് ഇന്റർപ്രിറ്റർ. സി നമ്മൾ വീണ്ടും കമ്പൈൽ ചെയ്യും. ആദ്യം GCC വെച്ച് കമ്പൈൽ ചെയ്യും, പിന്നെ ./a.out വെച്ചിട്ട് റൺ ചെയ്യും. അതാണ് കമ്പൈലർ. കമ്പൈൽ ചെയ്യുക, റൺ ചെയ്യാം. ഇന്റർപ്രിറ്റർ നേരിട്ടിട്ട് തന്നെ റൺ ചെയ്യാം. ഓരോ ലൈനിന് നേരിട്ടിട്ട് മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇന്റർപ്രിറ്റർ ആണ് പൈതൺ. അപ്പോൾ ഇന്റർപ്രിറ്റർ സോഴ്സ് കോഡ് ഉണ്ട്, ഇന്റർപ്രിറ്ററിന്റെ എക്സിക്യൂട്ടബിൾ കോഡായിരിക്കും. അതിന് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കും. അപ്പോൾ അസംബ്ലർ എന്ന് പറയുന്നത്, ഇനി അസംബ്ലർ അടുത്തത് ഈ നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പൈൽ ചെയ്തിട്ട് ഒരു ലോ ലെവൽ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലേക്ക് തരും എന്ന് പറഞ്ഞു. ഈ സാധനത്തിനെ വീണ്ടും റൺ ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അസംബ്ലേഴ്സ് യൂസ് ചെയ്യണത്. അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അസംബ്ലർ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ. ഇതാണ് ചുരുക്കം. ഇന്റർപ്രിറ്റർ എന്ന് പറയുമ്പോൾ നേരിട്ടിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് മെഷീനിൽ കോഡിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ അവിടെ നിൽക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് എറർ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ലൈൻ വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് പോകും.
ഇനി അടുത്തത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് പ്രോഗ്രാമിംഗ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതാണ്. അതിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ടാവും. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. അഡ്വാൻറ്റേജ് ഒക്കെ അറിയില്ലേ നിങ്ങൾക്ക്? അത് അതേപോലെ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എല്ലാത്തിൻ്റെയും അൽഗോരിതം ത്തിന് എഴുതുമ്പോൾ സ്റ്റാർട്ടും സ്റ്റോപ്പും സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എന്നുള്ള കണ്ടന്റ് എഴുതാൻ മറക്കരുത്. ആ ഒരു ഫോർമാറ്റെങ്കിലും കീപ്പ് ചെയ്യാം. പിന്നെ എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് വായിക്കുക, കറസ്പോണ്ടിങ്ങിൽ അതെന്താണ് എന്ന് പറഞ്ഞേക്കണേ എന്നുള്ളത് മനസ്സിലാക്കുക. ചോദ്യത്തിൽ വായിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ ഇൻപുട്ടായിട്ട് വരിക, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, ആ രണ്ട് കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇതെങ്ങനെയായിരിക്കും കിട്ടുക എന്ന് ആലോചിച്ചാൽ കറസ്പോണ്ടിങ്ങിൽ ഒരു അൽഗോരിതം ഏതാ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്, അത് എന്തൊക്കെയാണ് ചെയ്യണേ, എന്നിട്ട് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്, ആ ഒരു ഫ്ലോ ആണ് നമ്മുടെ അൽഗോരിതത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ അൽഗോരിതം ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അടുത്തത് ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുമ്പോഴായാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുവരെ തന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ചോദിക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ഇൻപുട്ടിന്റെ സിമ്പിൾ എങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ട് ഇതിൽ എന്തൊക്കെ ഡിസിഷൻ ആണ് എടുക്കേണ്ടത്, യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, നോ ആണെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ഇതിൽ എന്താണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ആ ഒരു ഫ്ലോ എങ്ങനെയാ വരിക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ സിമ്പിൾ, ഓരോന്നിൻ്റെ സിമ്പിൾ എന്താണ് കറസ്പോണ്ടിങ്ങിൽ ഒരു ഇപ്പോൾ പ്ലസ്സോ മൈനസോ ഇൻറ്റു ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ വരികയാണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് റെക്ടാങ്കിൾ ബോക്സ് ആണ്. ഇപ്പൊ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കണ സമയത്ത് റീഡ് വാല്യൂ ഓഫ് എൻ, എ ബി സി അങ്ങനെയൊക്കെ വരണ സമയത്ത്, അല്ലെങ്കിൽ പ്രിന്റ് വാല്യൂ ഔട്ട്പുട്ട് അങ്ങനെയൊക്കെ വരണ സമയത്ത് നമ്മൾ പാരലലോഗ്രാം ആണ് കൊടുക്കേണ്ടത്. ഡിസിഷന് നമ്മൾ ഡയമണ്ട് ആണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ടും സ്റ്റോപ്പ് എന്തായാലും വേണം. പിന്നെ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും സിമ്പിൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു റഫായിട്ട് ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് അതിന്റെ ഫ്ലോ ചാർട്ട് വരച്ചു നോക്കുക. പിന്നെ ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജും ഇതൊക്കെയാണ്. നമ്പേഴ്സിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട്. പിന്നെ പ്രൈം നമ്പേഴ്സ്, ആംസ്ട്രോങ് നമ്പേഴ്സ്, റിവേഴ്സ്, കൗണ്ട് ഓഫ് ആൻ ഇൻഡിജർ, അങ്ങനെ സ്ഥിരമായിട്ട് വരണ കുറെ ക്വസ്റ്റ്യൻസിൽ ഫിബൊനാച്ചി, ഫാക്ടോറിയൽ, അതിന്റെ ഒക്കെ പ്രോഗ്രാം മര്യാദയ്ക്ക് പഠിച്ചു വെക്കുക കേട്ടോ. സ്യൂഡോ കോഡ് അറിയില്ലേ, മറ്റേ പ്രോഗ്രാമിന്റെ എല്ലാതും എഴുതണ്ട, ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ എന്തിൽ പറയണുള്ളൂ, സ്യൂഡോ കോഡിൽ പറയണ്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട്, റീഡ്, നമ്പേഴ്സ്, പ്രിന്റ്, സം, സ്റ്റോപ്പ്. മറ്റേ അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വേർഡിൽ മനസ്സിലാവുന്ന വിധത്തിൽ വേണം എഴുതാൻ. സ്യൂഡോ കോഡ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് എഴുതുക. അതാണ് വ്യത്യാസം വരുന്നത്. ഇനി അടുത്തതാണ് ലീനിയർ സെർച്ച്. ലീനിയർ സെർച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു അറേ ഉണ്ടാവും. ആ അറേയുടെ ഉള്ളിൽ ഒരു എലമെന്റ് നമ്മൾ വിചാരിക്കും ഈ എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കൽ മാത്രമാണ് ലീനിയർ സെർച്ചിൽ ചെയ്യണുള്ളൂ. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കണേ, ആദ്യത്തെ എലമെന്റിലേക്ക് പോകും. അത് നമ്മുടെ എലമെന്റ്, ഇപ്പോൾ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്, അപ്പൊ അതിൽ 20 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. 20 അതിലുണ്ടോ എന്നാണ് നോക്കണേന്ന് വിചാരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ എലമെന്റ് പോകും, 10 പോകും. അത് 20 ആണോ നോക്കും, അല്ല. അപ്പം അടുത്ത എലിമെന്റിലേക്ക് പോകും, 50. അത് 20 ആണോ, അല്ല. അങ്ങനെ പോയി 20 എത്തണ വരും. അത് ലീനിയർ ആയിട്ട് ഒരു എലമെന്റ് കഴിഞ്ഞ് അടുത്ത എലമെന്റ് ആയിട്ട് സെർച്ച് ചെയ്ത് പോകും. അതിനെയാണ് നമ്മൾ ലീനിയർ സെർച്ച് എന്ന് പറയുന്നത്. ഇതിലൊന്നും ആലോചിക്കാനില്ല. ഓരോ അറയില് എലമെന്റ്സ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യണം. അതിൽ ഓരോ എലമെന്റ്സ് എടുക്കണം. അത് നമ്മൾ 20 ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. മാച്ച് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എലമെന്റ് കണ്ടുപിടിച്ചു. മാച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അറയുടെ അടുത്ത എലമെന്റിലേക്ക് മൂവ് ചെയ്യണം. അതും സെയിം ആണോ. ആകെ ഒരു ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ, ഒരു ഈച്ച് ലൂപ്പിന്റെ കണ്ടീഷനും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. കണ്ടില്ലേ, ഇവിടെ ഓരോ എലമെന്റ് ഉണ്ടോ നോക്കണം.
അത് പോണം. ഇപ്പോൾ ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ ആണ് വരുന്നത്. ഇവിടെ ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ ആണ്. നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് അറേയിൽ എന്നുള്ളത്. അത് n എന്ന് പറയുന്നതാണ്. ഇതാ നമ്മൾ ആദ്യം എലമെന്റ്സിനെ ഒരു അറേയുടെ ഉള്ളിലേക്ക് കയറ്റി അറേയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് അറേ. ഐയുടെ വാല്യൂ n വരെയും പോണം, പോണം. എന്നിട്ട് എന്ത് ചെയ്യണത്, അത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് a of i, ആദ്യത്തെ എലിമെന്റ് നമുക്ക് വന്നേക്കണ എക്സ്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ആണോ എന്ന് നോക്കുക. എക്സ് ആണെങ്കിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത എലിമെന്റിലേക്ക് മൂവ് ചെയ്യാം. ഇത്രയും ലീനിയർ സെർച്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അൽഗോരിതം വരണത്. നമ്മൾ ഒരു അറേ റീഡ് ചെയ്തു, നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെന്റ് റീഡ് ചെയ്തു, നമ്മുടെ ഐയുടെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്തു, ഐയുടെ വാല്യൂ n ആവണ വരെയും നമ്മുടെ ഓരോ എലമെന്റ് എടുത്തു, അത് എക്സ് ആണോ എന്ന് നോക്കി. എക്സ് ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചില്ല. ഇവിടെ a of i എന്ന് എഴുതണം കേട്ടോ. if a of i equal to x ആണ്. പിന്നെ ഈഫിന്റെ ഉള്ളിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഡബിൾ ഈക്വൽ ടു ഇടണം. അത് ഓർത്തോളൂട്ടോ. if a of i equal to x ആണെങ്കിൽ ഇതാണ് നമ്മുടെ സ്യൂഡോ കോഡ് വരണത്. ഇനി സോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അറേഞ്ച് ചെയ്യാണ്. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്യണതിനാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ബബിൾ സോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഏറ്റവും ഫസ്റ്റത്തെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള എലമെന്റ് എന്താണോ അതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുവയ്ക്കണത്. അപ്പൊ ഇവിടെ നോക്കണ സമയത്ത് 7ഉം 6ഉം ഉണ്ട്. അപ്പൊ ഇതിൽ 7നേക്കാളും ചെറുതാണ് 6. അപ്പോൾ 7 6ന്റെ ബാക്കിലാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ അതിൽ നിന്ന് സ്വാപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ 7ഉം 4ഉം വന്നു. അപ്പൊ 4 എന്ന് പറയുന്നത് 7നേക്കാളും ചെറുതാണ്. അപ്പൊ വീണ്ടും നമ്മളൊന്ന് സ്വാപ്പ് ചെയ്തു. അടുത്തത് 7ഉം 3ഉം വന്നു. അപ്പൊ അതും വീണ്ടും എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. അപ്പൊ 7 കറസ്പോണ്ടിങ് ഏറ്റവും ലാസ്റ്റത്തെ പൊസിഷനിൽ എത്തി. അത് കഴിഞ്ഞ് അടുത്തത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 6ഉം 4ഉം നോക്കുകയാണ് അടുത്ത പാസിൽ. അപ്പൊ 7 കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടുത്തത് നോക്കുകയാണ്. അപ്പൊ 6ഉം 4ഉം നോക്കിയപ്പോൾ 6 4നേക്കാളും വലുതാണ്. അപ്പൊ വീണ്ടും നമ്മൾ സ്വാപ്പ് ചെയ്തു. പിന്നെ 6ഉം 3ഉം നോക്കി, ഇപ്പോൾ ഇവിടെ വലുതാണ്. അപ്പൊ വീണ്ടും സ്വാപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു പാസിൽ വീണ്ടും നോക്കുകയാണ് 4ഉം 3ഉം. അപ്പൊ അതും സ്വാപ്പ് ചെയ്തു. അപ്പോൾ 3 4 6 7 കറക്റ്റായി. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ ഒരു പാസിന് വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വേണം, അതേപോലെ എത്ര പാസ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു ലൂപ്പ് വേണം. 2 ലൂപ്പ് വേണം. അത്